ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നാളെ മുതൽ പുനരാരംഭിക്കും. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധു ഗാർഹിക പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വരൾച്ചയെ തുടർന്നുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷിമന്ത്രി P. പ്രസാദ് നാളെ ഇടുക്കി ജില്ല സന്ദർശിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. ഈ മാസം 20, 25 തീയതികളിലും അടുത്ത മാസം 1-നുമാണ് 5, 6, 7 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണം നടത്തി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പര്യടനം ഇന്ന് ഒഡീഷയിലാണ് നടന്നത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി ഒഡീഷയിലും പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലും പ്രചാരണം നടത്തി. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഉത്തർപ്രദേശിലാണ് പ്രചാരണം നടത്തുന്നത്. 7ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്ന് നടന്നു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം അവസാനിപ്പിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ മാറ്റം കൊണ്ടുവരും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും മാറ്റം വരുത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധു ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിനിരയായ സംഭവത്തിൽ ഭർത്താവ് രാഹുൽ P. ഗോപാലിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതി വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനും പോലീസ് ശ്രമം ആരംഭിച്ചു. അതേസമയം പരാതി ലഭിച്ചിട്ടും യഥാസമയം കേസെടുക്കാൻ പോലീസ് വിമുഖത കാണിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ രൂക്ഷമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ പന്തീരാങ്കാവ് SHOക്കെതിരെ ഉത്തരമേഖല IG നടപടി സ്വീകരിച്ചതായാണ് സൂചനകൾ. വരൾച്ചയെ തുടർന്നുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നാളെ ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തും. ഇക്കൊല്ലമുണ്ടായ രൂക്ഷമായ വരൾച്ച ജില്ലയുടെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചുവെന്ന കൃഷി വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ സന്ദർശനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കടുത്ത വരൾച്ചയെ തുടർന്ന് ഇടുക്കിയിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തുന്ന കൃഷിമന്ത്രി P. പ്രസാദിന്റെ ആദ്യ സന്ദർശനം രാവിലെ 9-ന് കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരംകുന്നിലാണ്. തുടർന്ന് വരൾച്ചയിൽ നാശമുണ്ടായ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തും. 17,481.52 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. 30,183 കർഷകരെ ഇത് ബാധിച്ചു. 175.54 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കൃഷിവകുപ്പ് റിപ്പോർട്ട്. ഏലം കർഷകരെയാണ് വരൾച്ച ഏറെ ബാധിച്ചത്. 22,311 കർഷകരുടെ 16,220.6 ഹെക്ടറിലെ ഏലം കരിഞ്ഞുണങ്ങി. 111.54 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ഔദ്യോഗിക കണക്ക്. മറ്റു നാണ്യവിളകളെയും പച്ചക്കറി കൃഷിയെയും വരൾച്ച ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് കൃഷിമന്ത്രിയുടെ സന്ദർശനം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്ക് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം. അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം 25 വരെയാണ്. മെയ് 29-ന് ട്രയൽ അലോട്ട്മെന്റും ജൂൺ 5-ന് ആദ്യ അലോട്ട്മെന്റും നടക്കും. ജൂൺ 24-നാണ് ക്ലാസുകൾ ആരംഭിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കാലവർഷം ഈ മാസം 19ഓടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപിലും എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിരിക്കുന്നത്.
ഇന്നു മുതൽ 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഈ മാസം 19-ന് അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്നും നാളെയും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. വെള്ളിയാഴ്ച വരെ ലക്ഷദ്വീപിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇടവിട്ടുള്ള മഴ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമാകുന്നതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കണം. ഡെങ്കിപ്പനി വന്നവരും അല്ലാത്തവരും ഒരുപോലെ മുൻകരുതലുകൾ എടുക്കണം. നീണ്ടുനിൽക്കുന്ന പനിയാണെങ്കിൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നാളെ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ യോഗം സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മലപ്പുറത്ത് 5 വയസ്സുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിക്ക് മുന്നിയൂരിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം. രോഗത്തിന് ഫലപ്രദമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്നാണ് ഡോക്ടർ നൽകുന്ന വിവരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം അമീബയെ സാധാരണയായി കാണുന്നത്. ഇത് മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടന്നാണ് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്നത്. കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. കാസർകോട് പടന്നക്കാട് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഹോസ്ദുർഗ് പോലീസ്. കവർച്ചയ്ക്കിടെ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയെ കവർച്ചയ്ക്ക് പിന്നാലെ 2 വീടിനപ്പുറം ഉപേക്ഷിച്ച ശേഷം പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് സംസ്ഥാനം നിയന്ത്രിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് കഴിയുന്നില്ലെന്നും വ്യാപകമായ ഗുണ്ട ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പന്തീരങ്കാവ് കേസിൽ പ്രതി രക്ഷപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം പോലീസിനായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയിലെ 117 കോളേജുകളിൽ ഈ വർഷം മുതൽ 4 വർഷ ബിരുദ ഓണേഴ്സ് കോഴ്സുകൾ ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. അവസാന സെമസ്റ്റർ റിസർച്ചിന് ഇന്ത്യയിലെ ഏത് സർവകലാശാലയിലും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും VC അറിയിച്ചു. ഓണേഴ്സിന് 176 ക്രെഡിറ്റ് ലഭിക്കുന്നവർക്ക് നെറ്റ് എഴുതി ഗവേഷണത്തിലേക്ക് പോകാം. കൂടാതെ 5 വർഷ PG കോഴ്സുകളും ഈ വർഷം ആരംഭിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ഗുവാഹട്ടിയിലാണ് മത്സരം. നിലവിൽ 16 പോയിന്റുമായി രാജസ്ഥാൻ 2ാം സ്ഥാനത്താണ്. പ്ലേ ഓഫിൽ നിന്ന് പഞ്ചാബ് നേരത്തെ തന്നെ പുറത്തായിരുന്നു. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയുടെ ആക്രമണത്തിൽ പശുക്കുട്ടി ചത്തു. കണ്ണാറ്റുപാടം ഗവൺമെന്റ് സ്കൂളിന് സമീപമാണ് പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നത്. ഒരാഴ്ചയ്ക്കിടെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 3ാം തവണയാണ് പുലി ഇറങ്ങുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞു മടങ്ങിയവർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് 3 വയസ്സുകാരൻ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. റാന്നി തുലാപ്പള്ളി നാറാണത്തോട് മന്ദിരം താഴെ വളവിലാണ് അപകടം നടന്നത്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 17 യാത്രക്കാർ ഉണ്ടായിരുന്നു. KSRTC ബസ് യാത്രകളിൽ യാത്രക്കാർക്ക് ലഘുഭക്ഷണം നൽകുന്നതിനുള്ള പുതിയ സംരംഭം വരുന്നു. ഇതിന്റെ ഭാഗമായി ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി താൽപര്യമുള്ളവരിൽ നിന്നും പദ്ധതി വിവരണവും നിർദ്ദേശങ്ങളും ക്ഷണിച്ചിട്ടുണ്ട്. ബസ്സുകൾക്കുള്ളിൽ ഷെൽഫ്, വെൻഡിംഗ് മെഷീൻ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല സൌകര്യം KSRTC നൽകും. പ്രപ്പോസലുകൾ ഈ മാസം 24-നകം സമർപ്പിക്കണം. പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 18 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവരും മണിയാർ, വടശ്ശേരിക്കര, റാന്നി, പെരുന്നാട, കോഴഞ്ചേരി, ആറന്മുള നിവാസികളും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നാളെ മുതൽ പുനരാരംഭിക്കും. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധു ഗാർഹിക പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വരൾച്ചയെ തുടർന്നുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷിമന്ത്രി P പ്രസാദ് നാളെ ഇടുക്കി ജില്ല സന്ദർശിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.